ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ബട്ടർ ഗാർലിക് സാൽമൺ ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാൽമൺ 3 പീസ്, സവോള ഒരെണ്ണം, ഫ്രഷ് ക്രീം 1/2 കപ്പ്, ബട്ടർ 2 ടേബിൾ സ്പൂൺ, പാഴ്സലി ലീവ്സ് കുറച്ച്, ലെമൺ ജ്യൂസ് 3 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, വെളുത്തുള്ളി 10 അല്ലി. ഞാനിവിടെ സാൽമൺ കഴുകി വെള്ളമെല്ലാം ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമയം പാടില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പൊന്നിട്ട് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ, ഫ്രഷായിട്ട് പൊടിച്ച പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ്. എന്നിട്ടൊന്ന് തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാനി വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഈ സാൽമണിൻ്റെ തന്നെ എണ്ണ ഇറങ്ങി വരും. ഞാൻ ഇപ്പോൾ ഒലിവ് ഓയിൽ ഒന്നും ഒഴിക്കുന്നില്ല. ഒലിവ് ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ എണ്ണ വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്നും ഒഴിക്കല്ലേ. ഞാനിപ്പം പാനൊന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് സാൽമൺ എടുത്ത് വെച്ചു. ഇപ്പം നമ്മൾ സാൽമൺ വെച്ചു. അത് കഴിഞ്ഞൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞ് തിരിച്ചു നിടണം. ഒത്തിരി വേവൊന്നുമില്ല സാൽമണ്. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സാൽമൺ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിടാം. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ 3 മിനിറ്റ് മതിയാവും. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന എണ്ണയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം നമ്മുടെ സാൽമണായിട്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. നമ്മൾ ആ പാനിലേക്ക് തന്നെ ആ സാൽമണിൻ്റെ ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചെറുതീയിൽ വെച്ച് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്ലേവർ അതിൻ്റെ അകത്ത് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു സവോള, നിങ്ങളുടെ കയ്യിൽ വെളുത്ത വൈറ്റ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് നമ്മുടെ സാധാരണ ഒനിയൻ വളരെ നൈസായിട്ട് അരിഞ്ഞേക്കുന്നതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവോള മതി. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം, ഇത് ഏതെങ്കിലും രണ്ടും ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം, ആ പുളിക്കൊക്കെ ഒന്ന് വേണ്ടി. പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവിനൊക്കെ പെപ്പർ. അടുത്തതായിട്ട് വേണ്ടത് പാഴ്സലി ലീവ്സ് ആണ്. പാഴ്സലി ലീവ്സ് ഇല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലൊരു ക്രീമി ഇത് ആകണം. നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്കിനകത്ത് ഉപ്പുള്ളത് കൊണ്ടാണ് പിന്നെ ഉപ്പ് ആഡ് ചെയ്യാത്തത്, ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ വെജിറ്റബിൾ സ്റ്റോക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ ഒഴിച്ചു കഴിയുമ്പോൾ പാലൊഴിച്ച് കൊടുത്താലും മതി. പാലൊഴിച്ച് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഞാൻ സാൽമണിലേക്ക് ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സാൽമൺ ഇതിനകത്തേക്ക് എടുത്തു വെച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മുകളിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഫ്രഷായിട്ട്. അപ്പം സാൽമൺ വിത്ത് ക്രീമി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൽമണൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്